السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുർ-റഹീമായ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കാനും അത് മുഖേന ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ള സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. ഈ സൂറത്ത് 286 അല്ലെങ്കിൽ 287 ആയത്തുകളുണ്ട്. ഇത്ര വലിയൊരു സൂറത്ത് വേറല്ല, ഏറ്റവും വലിയ സൂറത്താണ്. ഈ സൂറത്ത് മദനിയത്താണ്, ഹിജറയ്ക്ക് ശേഷം ഇറക്കപ്പെട്ടതാകുന്നു. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. പശുവിനെ കുറിച്ചുള്ള ഒരു ഭാഗം ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വന്നു. അല്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. എല്ലാ പേരുകളും കൂടി, എല്ലാ സംഭവങ്ങളും കൂടി കൂട്ടിയിട്ട് പേരിടണമെന്നില്ല. ഒരു ജുസ് കൊണ്ട് കുല്ലിന് പേര് നൽകപ്പെടും. ആ ഇനത്തിൽപ്പെട്ടതാണ്. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് അനുഗ്രഹമുടയവനായിട്ട് ഞാൻ ഈ സൂറത്തുൽ ബഖറയുടെ പാരായണം ആരംഭിക്കുന്നു. അവൻ റഹ്മാനുമാകുന്നു, റഹീമുമാകുന്നു. ഈ ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നു, എല്ലാത്തിനും ഗുണം ചെയ്യുന്നു. എന്നാൽ പരലോകത്തെ അവൻ്റെ ഗുണം, അവൻ്റെ കാരുണ്യം ഈ ലോകത്ത് അവനെ അനുസരിച്ചവർക്ക് മാത്രമേ ഉണ്ടാകൂ, അല്ലാത്തവർക്കില്ല. ഇങ്ങനെ റഹ്മാനും റഹീമുമായ അള്ളാഹു അവൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പാരായണം തുടങ്ങുന്നത്. അലിഫ് ലാം മീം. ഇതിന് മുൻഗാമികളായ മുഫസ്സിറുകൾ നൽകിയ തഫ്സീർ അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക. ഇതുകൊണ്ട് അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് അവനെ അറിയൂ, മറ്റാർക്കും അറിയില്ല. അതാണ് മുൻഗാമികൾ കൊടുത്തിട്ടുള്ള തഫ്സീർ. എന്നാൽ പിൻഗാമികൾ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം അക്ഷരങ്ങളാൽ ഉണ്ടായിത്തീർന്നതാണ് ഈ ഖുർആൻ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഖുർആൻ പോലെ ഇല്ലെങ്കിലും അതിൻ്റെ പകുതി അതൊന്നുമില്ലെങ്കിൽ ഇതിലൊരു സൂറത്ത് പോലുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളിയാണ്. ചിലർ പറഞ്ഞു അലിഫ് ലാം മീം എന്നതിൻ്റെ തഫ്സീർ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിച്ച ഖുർആനാകുന്നു. ഇങ്ങനെ പല തഫ്സീറുകളുമുണ്ട്. ദാലിക്കൽ കിതാബു, ഈ കിതാബ്, ലാ റൈബ ഫീഹി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് അള്ളാഹു ഇറക്കിയതാകുന്നു, അള്ളാഹുവിൽ നിന്ന് വന്നതാകുന്നു. അതുകൊണ്ട് ആരും അതിൽ സംശയിക്കണ്ട. ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നതിൻ്റെ തെളിവ്, അത് ധാരാളം തെളിവുണ്ട്. ഒന്ന്, 40 കൊല്ലം വരെ അറേബ്യൻ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരൊറ്റ മുഅല്ലിമിനെയും സമീപിച്ചിട്ടില്ലാത്ത, ഒരു സാഹിത്യ ഗ്രന്ഥത്തിൻ്റെയും പാരായണം നടത്തിയിട്ടില്ലാത്ത ആളാണ് ഇത് വന്നിട്ട് ഓതുന്നത്. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പാരായണം. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇതുപോലൊന്ന് കൊണ്ടുവരൂ. ആർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, നാളെ കഴിയുകയുമില്ല. അത് തെളിവാണ് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. ആർക്കും അതിൽ സംശയിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല. ഹുദൻ, ഈ ഖുർആനിന്റെ പ്രത്യേകത കേൾക്കണോ? ഇത് നേർവഴിക്കാക്കുന്നതാകുന്നു. ലിൽ മുത്തഖീന, നന്നാകണം എന്ന് വിചാരിച്ചവരെ അത് നേർവഴിയിലേക്ക് നയിക്കുന്നതാകുന്നു. മുത്തഖി എന്ന് പറഞ്ഞാൽ അസ്വായിരീന ഇല തഖ്വ എന്നാണ്, തഖ്വയിലേക്ക് ചെന്നു ചേരുന്നവർ. അപ്പൊ നന്നാകണം എന്ന് വിചാരിക്കുന്നത് അതെങ്ങനെയാണിത്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ നിരോധനങ്ങളെ തൊട്ട് വിട്ടുനിന്നുകൊണ്ടും തഖ്വയിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇത് ആ വഴിക്ക് നടത്തുന്നതാകുന്നു, നേർവഴിയിലേക്ക് എത്തിക്കുന്നതാകുന്നു.
الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. മുത്തഖീങ്ങളുടെ കുറച്ച് വിശേഷണങ്ങൾ പറയാം. അല്ലദീന, എങ്ങനെയുള്ളവരാണ് ഈ മുത്തഖീങ്ങൾ സൂക്ഷിക്കുന്നവർ എന്ന് അറിയാമോ? യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അഗോചരമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാകുന്നു. കണ്ണിൽപ്പെടാത്ത പല കാര്യങ്ങളും വിശ്വസിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ച് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അത് വിശ്വസിച്ചേ പറ്റൂ, എങ്കിലേ ആള് മോമിനാകൂ, അള്ളാഹുവിന്റെ ആളാകൂ. അതാണ് ഗൈബ് കൊണ്ട് വിശ്വസിക്കണം. പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങൾ, മരണാനന്തരമുള്ള ജീവിതം, സ്വർഗം, നരകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്, അദൃശ്യമായ അഗോചരമായ കാര്യങ്ങളാണ്. അവകളെ കൊണ്ട് വിശ്വസിക്കുന്നവരാകുന്നു. മാത്രമല്ല യുഖീമൂന സ്വലാത്ത, നിസ്കാരത്തെ നിലനിർത്തുന്നവരാകുന്നു. നിസ്കരിക്കുന്നവർ എന്നല്ല, നിസ്കാരത്തെ അതിന്റെ ബാധ്യത അനുസരിച്ച് കൃത്യസമയത്ത്, ഓരോന്നും നിസ്കരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമയമുണ്ട്, ആ സമയത്ത് അതിന് പാലിക്കേണ്ട ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് അവിറത്ത് മറച്ച് കിബിലയിലേക്ക് മുന്നിട്ട് ശുദ്ധിയോടുകൂടെ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കാരത്തെ നിലനിർത്തുന്നവരാകുന്നു. മാത്രമല്ല മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരുമാകുന്നു. ഇതൊക്കെ സത്യവിശ്വാസിയുടെ അടയാളമാണ്. ഗൈബിയായ കാര്യം കൊണ്ട് വിശ്വസിക്കൽ, നിസ്കാരത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒഴിവാക്കാതെ അതിനെ കാത്തു സൂക്ഷിച്ച് അതിനെ കൃത്യമായിട്ട് കൊണ്ടുവരൽ, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവൻ നിർദ്ദേശിച്ച രൂപത്തിൽ ചെലവഴിക്കൽ, ഇതൊക്കെ ചെയ്യുന്നവരാകുന്നു. മാത്രവുമല്ല വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന, അവർ ഒരു വിഭാഗവുമാകുന്നു. യുഅ്മിനൂന, അവർ വിശ്വസിക്കും. ബിമാ ഉൻസില ഇലൈക, തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട്, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അവർ ഉറച്ച് വിശ്വസിക്കുന്നവരാകുന്നു. മാത്രമല്ല വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങളുടെ മുമ്പായിട്ട് ഇറക്കപ്പെട്ട മറ്റു കിതാബുകളുണ്ട്. തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്, അതുപോലെ 100 ഏടുകളുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ മുമ്പായിട്ട് മറ്റമ്പിയാക്കൾക്ക് അള്ളാഹു ഇറക്കിയതാണ്. അവകളെ കൊണ്ട് വിശ്വസിക്കും, അവർ വിശ്വസിക്കുന്നവരാകുന്നു. വബിൽ ആഖിറത്തി, പരലോകം കൊണ്ട് ഹും, അവർ യൂഖിനൂന, ശരിക്കും ഉറപ്പിച്ചവരാകുന്നു. യാതൊരുവിധ ശങ്കക്കും അർഹതയില്ലാത്ത രൂപത്തിൽ പരലോക ജീവിതത്തെക്കുറിച്ച് അവർ ഉറച്ച വിശ്വാസമുള്ളവരാകുന്നു. ഇങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങളെ വഴി നടത്തുന്ന, നേർവഴിക്കാക്കുന്നതാണ് ഖുർആൻ. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഉള്ളവർ. എന്തെല്ലാം വിശേഷണങ്ങളാ പറഞ്ഞത്? അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട്, അഗോചരമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും, നിസ്കാരത്തെ നിലനിർത്തും, നിർബന്ധദാനത്തെ കൊടുത്തുവിട്ടും, അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ അവർ ചെലവഴിക്കും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടും നിങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കളിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടും വിശ്വസിക്കും. ഖിയാമത്ത് നാളെ കൊണ്ട് യാതൊരുവിധ സംശയമില്ലാത്ത രൂപത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കും. ഇത്തരം ഗുണവിശേഷണങ്ങൾ ഉള്ളവർ അലാ ഹുദമ്മിർ റബ്ബിഹിം, അവർ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ മേലാകുന്നു. അവരൊരിക്കലും ദുർമാർഗികളല്ല. അവർ ഹുദയുടെ മുകളിലുള്ളവരാകുന്നു. ഹുദയുടെ മേലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്, സന്മാർഗത്തിന്റെ മേൽ. മിർ റബ്ബിഹിം, അവർ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഹുദയുടെ മേലാകുന്നു. വഉലൈക, അങ്ങനെ അവർ ഹും, അവർ തന്നെ അൽ മുഫ്ലിഹൂന, അവർ തന്നെയാകുന്നു വിജയിക്കുന്നവർ. അവർക്കാണ് അള്ളാഹു വിജയം നിശ്ചയിച്ചിട്ടുള്ളത്, സ്വർഗം കൊണ്ടും ആ സ്വർഗത്തിലെ അനുഗ്രഹം കൊണ്ടും വിജയിക്കുന്നത് അവരാകുന്നു. നരകത്തെ തൊട്ട് രക്ഷപ്പെട്ടുകൊണ്ട് വിജയിക്കുന്നതും ഇവർ തന്നെയാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഖുർആനിന്റെ ശൈലിയാണ്, മുഅ്മിനുകളെ പറ്റി പറഞ്ഞാൽ അതിന്റെ എതിർ വിഭാഗത്തെ പറ്റി പറയും. സ്വർഗത്തെ പറ്റി പരാമർശിച്ചാൽ നരകത്തെ പറ്റിയും പറയും. ഇങ്ങനൊരു ശൈലി ഖുർആനിലുണ്ട്. അതനുസരിച്ച് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം,
കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു. അവിശ്വാസികളുടെ നേതാക്കളെ കേട്ടിട്ടില്ലേ? അബൂജഹല്, അബൂലഹബ് തുടങ്ങിയവരൊക്കെ ആ കൂട്ടത്തിലാണ്. ഉത്ബത്ത്, ഷൈബത്ത്, സംഅത്ത് തുടങ്ങിയവരൊക്കെ അന്നത്തെ അവിശ്വാസികളുടെ തലവന്മാരാകുന്നു. ആ അവിശ്വാസികൾ സവാഉൻ അലൈഹിം അവരുടെ മേല് സമമാകുന്നു. അൻദർതഹും അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകൽ, അവരെ നിങ്ങൾ പേടിപ്പിച്ചറിയിക്കൽ. ഇൻദാർ എന്ന് പറഞ്ഞാല് ഒരു കാര്യം എത്തുന്നതിന്റെ മുമ്പ് നേരത്തെ കൂട്ടി അറിയിക്കുന്നതിന് ഇൻദാർ എന്ന് പറയും. ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കുന്നതിനും ഇൻദാർ എന്ന് പറയും. അപ്പൊ അവരെ ഭയപ്പെടുത്തി അറിയിക്കലും നേരത്തെ അറിയിക്കലും അതൊക്കെ സമമാകുന്നു. അംലം തുന്തിർഹും അല്ലെങ്കിൽ അവരെ നിങ്ങൾ അറിയിക്കാതിരിക്കലും ഭയപ്പെടുത്താതിരിക്കലും എല്ലാം അവരുടെ മേൽ സമമാകുന്നു. എന്ന് വെച്ചാൽ ലാ യുഅ്മിനൂന അവർ വിശ്വസിക്കുകയില്ല, അവർ വിശ്വാസികളാവുകയില്ല. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനമുള്ളത്. എന്താണ് അതിന് കാരണം എന്നറിയാമോ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗശാവത്തും വലഹും അദാബുൻ അദീം. ഖതമല്ലാഹു അല്ലാഹു തആല സീൽ ചെയ്തിരിക്കുന്നു അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മേൽ. സീൽ ചെയ്താൽ പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒന്നും കടന്നു ചെല്ലില്ല. അത് ഉറപ്പിക്കൽ കഴിഞ്ഞു. സീൽ ഒട്ടിച്ചു, സീൽ ചെയ്ത് ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനി അങ്ങോട്ടൊരു ഹൈറും കടന്നു ചെല്ലില്ല. ഹൈർ കടന്നു ചെല്ലാനുള്ള ചില പഴുതുകൾ ഉണ്ടല്ലോ, കാത്, കണ്ണ് തുടങ്ങിയിട്ടുള്ള, അതിനെ പറ്റി പറയാം. വഅല അബ്സ്വാരിഹിം അവരുടെ വഅല സംഇഹിം അവരുടെ കേൾവികളുടെ മേലും സീൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കാതിലൂടെ ഒരു നന്മ കേട്ടുകൊണ്ട് ഉള്ളിലേക്ക് എത്തുക എന്നതുണ്ടാവുകയില്ല. വഅല അബ്സ്വാരിഹിം അവരുടെ കണ്ണുകളുടെ മേലുണ്ട് ഗിശാവത്തുൻ അതിശക്തമായ മൂടിയുണ്ട്. കണ്ണിലൂടെ എന്തെങ്കിലും അങ്ങോട്ട് കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് എത്തൂല. അപ്പൊ ഹൃദയത്തിനും സീല് വെച്ചിരിക്കുന്നു. ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വാതിലുകളൊക്കെ അടക്കപ്പെട്ടിരിക്കുന്നു. ഗിശാവത്തുണ്ട്, അതിശക്തമായ മൂടിയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ യാഥാർത്ഥ്യത്തെ അവർ കാണുകയില്ല. വലഹും ഇവർ അവിശ്വാസികളായതുകൊണ്ട് അവർക്കുണ്ട് അദാബുൻ അദീമുൻ വളരെ ഗൗരവമുള്ള ശിക്ഷയുണ്ട്. ആ ശിക്ഷ എത്രയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയതല്ല. ഗൗരവമുള്ള, വളരെ ഗൗരവമുള്ള ശിക്ഷ അവർക്ക് വരാനിരിക്കുന്നു. അപ്പൊ സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞു, കറകളഞ്ഞ അവിശ്വാസികളെ പറ്റിയും പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ ഒരു ചേരിയുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ സത്യവിശ്വാസികളായിട്ട് അഭിനയിക്കും, യഥാർത്ഥത്തിൽ അവർ അവിശ്വാസികളാകുന്നു. ഇവർക്ക് മുനാഫിക്കുകൾ, കപടന്മാരി എന്നാ പറയാം. മദീനത്ത് അവർ ധാരാളം ഉണ്ടായിരുന്നു. അവരെ പറ്റി പറയാം. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ومن الناس ജനങ്ങളിൽപ്പെട്ടവരാകുന്നു മൻ ചിലർ, യഖൂലു അവർ പറയും, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി എന്ന് പറയും, ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിരി അന്ത്യനാൾ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. യഥാർത്ഥത്തിലോ വമാഹുബി മോമിനീൻ അവർ ഒരിക്കലും തന്നെ വിശ്വാസികളല്ല, അവിശ്വാസികളാകുന്നു. മനസ്സ് നിറച്ച് കുഫിരിയത്താണ്, ജൂദായിസമാണ് അവർക്കുള്ളത്. എന്നാലും പുറത്തേക്ക് ഇങ്ങനെ അഭിനയിക്കും അവർ. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യുഖാദിഊന അല്ലാഹ അല്ലാഹുവെ അവർ വഞ്ചിക്കുന്നു, വല്ലദീന ആമനു മുഅ്മിനുകളായ സത്യവിശ്വാസികളെയും അവർ ചതിക്കുന്നു. അവര് അവരുടെ വിശ്വാസത്തിന്റെ എതിരാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഈ പ്രകടിപ്പിക്കുന്നതിന്റെ നേരെ എതിരാണ് അവരുടെ മനസ്സിലുള്ളത്. ഇതുകൊണ്ട് സത്യവിശ്വാസികളായ മോമിനുകളെ ചതിക്കാനാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. മോമിനുകളുടെ ഭാഗത്താണല്ലോ അള്ളാഹു ഉള്ളത്. അപ്പൊ അള്ളാഹുവോടും മോമിനുകളോടുമാണ് ഇവർ ചതിപ്രയോഗം നടത്തുന്നത്. അവരിങ്ങനെ വിചാരിക്കുകയാണ് അവർ സൂത്രക്കാരാണ്. ഈ മോമിനുകളൊക്കെ ഇവരുടെ ഈ ചതിപ്രയോഗത്തിൽ പെട്ടുപോണ്ട് നാം ഈ പറയുന്ന നുണകളൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവരിങ്ങനെ വിചാരിക്കും. എന്നാൽ അതിനെപ്പറ്റി പറയട്ടെ, വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ല, ഇല്ലാ അൻഫുസഹും അവരുടെ സ്വന്തം ശരീരങ്ങളെയല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. കാരണം ഈ വഞ്ചനയുടെയും കപടത്തരത്തിന്റെയും അനന്തരഫലം മുഴുവനും അവർക്കുള്ളതാണ്. അപ്പൊ അവർ ചതിക്കുന്നത് അവരെ തന്നെയാകുന്നു. വമാ യശ്ഉറൂന എന്നാൽ ഈ ചതിയുടെ ദുരന്തം, അതിന്റെ ചീത്ത ഫലം അവർക്കാണ് എത്തുക എന്ന് അതിപ്പോൾ അവർ അറിയുന്നില്ല. വമാ യശ്ഉറൂൻ അവരത് അറിയുന്നില്ല. ഈ ചതിയുടെ ദൂഷ്യഫലം തനിക്കാണ് എത്തുക എന്നത് ഇപ്പോൾ അവര് അറിയുന്നില്ല. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ
വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഫീ ഖുലൂബിഹിം, ഈ പറയപ്പെട്ട കപടന്മാര് പുറത്തേക്ക് ഈമാൻ പ്രകടിപ്പിക്കുന്നു, എന്നിട്ട് മുഅ്മിനുകളുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നു. ഉള്ളു നിറയെ കുഫറാണ് അവർക്കുള്ളത്. അവരുടെ ഹൃദയത്തിലുണ്ട് മറലുൻ, രോഗമുണ്ട്. ഏത് രോഗമാണത്? ഒന്ന് നിഫാക്ക് തന്നെ, കപടത്തരം തന്നെ. മറ്റൊന്ന് റസൂലുള്ള പറയുന്ന കാര്യത്തിലും ഇവിടെ ഇസ്ലാം പ്രസ്താവിച്ച കാര്യത്തിലൊക്കെ അവർക്ക് സംശയങ്ങളാണുള്ളത്. ഇങ്ങനെ സംശയ രോഗവും കാപഡ്യവുമാണ് അവരുടെ ഹൃദയ രോഗം. ഇപ്പൊ സാദഹുമുല്ലാഹു, അള്ളാഹു താല അവർക്ക് ജാസ്തിയാക്കിയിരിക്കുന്നു മറലൻ, രോഗത്തെ. ഓരോ ആയത്ത് ഇറങ്ങുമ്പോഴും അതിൽ ഇവർ നിഷേധിക്കാനല്ലോ. അപ്പൊ അവരുടെ ഈ മാനസിക രോഗം തന്നെ ഏറി ഏറി വരികയാണ്. ഓരോ ദിവസവും ആയത്ത് ഓരോന്ന് ഇറങ്ങും തോറും അള്ളാഹു അവരുടെ രോഗത്തെ വർദ്ധിപ്പിക്കുന്നു. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്, കഠോരമായ ശിക്ഷ അവർക്ക് വരാനിരിക്കുന്നു. ബിമാക്കാനു യക്ദിബൂന, അവർ ഈ കളവാക്കുന്ന കാരണം കൊണ്ട്, റസൂലുള്ളാഹിയെ കൊണ്ട്, റസൂലുള്ള കൊണ്ടുവന്ന കാര്യങ്ങളെ കൊണ്ട് സത്യമാക്കേണ്ട ഇവർ അത് സത്യമാക്കാതെ കളവാക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിന് അവർക്ക് വളരെ വേദനിപ്പിക്കുന്ന ശിക്ഷ വരാനിരിക്കുന്നു. ഇനി ഇവരുടെ ചില കാര്യങ്ങൾ കേൾക്കണോ? വിശേഷണങ്ങൾ. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമി ലോകത്ത് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങളിപ്പോൾ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിശ്വാസം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈമാനിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നുണ്ട്. തഅ്വീഖ് എന്ന് പറയും, മുടക്കലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ ഫസാദാണ്, നാശമാണ്. ആരെങ്കിലും നന്നാവുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാ അതിന് തടസ്സം നിൽക്കണം? നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ ഉത്തരം പറയും, ഇന്നമാ നഹ്നു, തീർച്ചയായും ഞങ്ങൾ, മുസ്ലിഹൂന, ഞങ്ങൾ മുസ്ലിഹകൾ തന്നെയാകുന്നു, നന്മ ചെയ്യുന്നവർ മാത്രമാകുന്നു. ഇന്നമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാത്രമാണ്. ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണ് എന്നല്ലാതെ തിന്മയുടെ ചെറിയൊരു അംശം പോലും ഞങ്ങളിലില്ല. ഞങ്ങൾ എന്തിലാണോ നിലകൊള്ളുന്നത് അത് ഒരിക്കലും തന്നെ തിന്മയല്ല. ഞങ്ങൾ നിലകൊള്ളുന്നത് നന്മ മാത്രമാകുന്നു എന്നവര് കട്ടായം ചെയ്തുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് പറയും. എന്നാൽ കേൾക്കണോ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അല, അറിയേണ്ട ഒരു കാര്യമുണ്ട്, അറിയാതിരിക്കാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അല ഹർഫ് തംബീഹ് എന്നാ ഞങ്ങൾ പറയാം, ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഹർഫാണത്. ഇന്നഹും, തീർച്ചയായും ഈ പറയപ്പെട്ട വിഭാഗം, ഹുമുൽ മുഫ്സിദൂന, അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, കുഴപ്പമുണ്ടാക്കുന്നത് അവർ തന്നെയാകുന്നു. അവർ പറയും ഞങ്ങൾ ഇസ്ലാഹികളാണ്, ഇസ്ലാഹി പ്രവർത്തകരാണ്, നന്മ ചെയ്യുന്നവരാണ് എന്ന്. യഥാർത്ഥത്തിലോ മുഴുവൻ കുഴപ്പത്തിന്റെയും ആളുകൾ അവരാകുന്നു. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. ഇന്നഹും, തീർച്ചയായും അവർ, ഹുമുൽ മുഫ്സിദൂന, അവരാകുന്നു സർവ കുഴപ്പത്തിന്റെയും ആളുകൾ. വലാക്കിൻ, പക്ഷേ, ലാ യശ്ഉറൂന, അവരാണ് കുഴപ്പക്കാരി എന്ന കാര്യം അവരറിയില്ല. അത്രമാത്രം അതിൽ അവര് മുഴുകിയിരിക്കുന്നു, മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അതാണ് അതിന് കാരണം. അവർ പറഞ്ഞല്ലോ ഞങ്ങൾ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, ഫസാദുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അവരുടെ മറ്റൊരു പ്രവർത്തനം കേട്ടോളൂ. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. വൈദാ ഖീല ലഹും, ഈ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസു, സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ. അന്നാസ് എന്നാൽ അസ്ഹാബുൻ നബി എന്നാണ് തഫ്സീർ. സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, അനൂമിനു, ഞങ്ങൾ വിശ്വസിക്കണമെന്നോ? കമാ ആമന സുഫഹാവു, ഈ സാധുജനങ്ങൾ, ഈ വിവരമില്ലാത്ത അന്തമില്ലാത്ത വിഭാഗം വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ എന്നവർ ചോദിക്കും. അപ്പൊ സ്വഹാബത്തിനെ പറ്റി അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ പോയത്തക്കാരാണ്, കാര്യത്തിന് പറ്റാത്തവരാണ്, ജാഹിലുകളാണ്, വിവരമില്ലാത്തവരാണെന്നാണ്. ഇങ്ങനെ നല്ലവരെ മുഴുവൻ ഇടിച്ചു താഴ്ത്തുന്ന സ്വഭാവക്കാരാണ് ഈ മുനാഫിക്കുകൾ. അപ്പൊ സ്വഹാബത്തിനെ പറ്റി അവർ സുഫഹാ, വിഡ്ഢികൾ, കാര്യം തിരിയാത്തവർ എന്നാണ് മുദ്ര കുത്തിയത്. എന്നാൽ അള്ളാഹു ചെയ്യുന്നത് നോയിക്കോളൂ. അല, അറിയേണ്ടതുണ്ട്, ആരും അറിയാതെ പോകരുത്, എല്ലാവരും അറിഞ്ഞുകൊള്ളണം. ഇന്നഹും, തീർച്ചയായും ഇത് പറയുന്ന
ഈ കപടന്മാരുണ്ടല്ലോ അവർ ഹുമുസുഫഹാവു അവർ തന്നെയാകുന്നു വിഡ്ഢികൾ. അവരെപ്പോലെ വിഡ്ഢിത്തം മറ്റാർക്കുമില്ല. അവരാണ് ഇവിടുത്തെ വിഡ്ഢികൾ. വലാക്കിൻ പക്ഷേ ലാ യഅലമൂന അവർ വിഡ്ഢികളാണെന്ന് അവർ അറിയുന്നില്ല. കാരണം വിഡ്ഢിത്തത്തിന്റെ ആഴത്തിലേക്ക് ഒരാണ്ട് പോയിരിക്കുന്നു. അതിൽ തന്നെ അവർ ജീവിക്കുന്നത് കൊണ്ട്, അതിൽ തന്നെ അവർ മുഴുകിയത് കൊണ്ട് അവരുടെ വിഡ്ഢിത്തം അവർക്ക് ഒരിക്കലും തിരിയുന്നില്ല. ഇതാണ് വസ്തുതയുള്ളത്. ഇനി ഇവിടെ നന്നാവുക, മറ്റൊരിടത്ത് മറ്റൊന്നാകുക, ഇങ്ങനെ രണ്ട് മുഖമായിട്ടാണല്ലോ ഈ മുനാഫിക്കുകൾ, ഈ കപടന്മാര് നടക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കേട്ടോളൂ. വൈദാ ലഖുൽ ലദീന ആമനൂ ഖാലൂ ആമന്നാ വൈദാ ഖലൗ ഇലാ ശയാത്വീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വൈദാ ലഖൂ ഇവർ കണ്ടുമുട്ടിയാൽ, ഈ കപടന്മാര് കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു വിശ്വാസികളായ മുഅ്മിനുകളെ കണ്ടുമുട്ടിയാൽ ഖാലു അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ വിശ്വസിച്ചുട്ടാ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെപ്പറ്റി ആരും ശങ്കിക്കണ്ട, ഞങ്ങൾ വിശ്വാസത്തിന്റെ ആൾക്കാരാണ്, കറകളഞ്ഞ മുഅ്മിനുകളാണെന്ന് അവർ പറയും വിശ്വാസികളോട്. എന്നാൽ വഇദാ ഖലൗ ഇവരിൽ നിന്ന് ഒഴിവായിട്ട് അവർ പോയാൽ ഇലാ ശയാത്വീനിഹിം അവരുടെ നേതാക്കളിലേക്ക് പോയാൽ ഖാലു അവർ പറയും ഇന്നാ മഅക്കും ഞങ്ങൾ നിങ്ങളോട് കൂടെ തന്നെയാണ്, ഞങ്ങൾക്ക് ആദർശപരമായിട്ട് നിങ്ങളോട് യാതൊരുവിധ വ്യത്യാസവുമില്ല, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, നിങ്ങളോട് കൂടെ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചോദ്യം മനസ്സിൽ വരുമല്ലോ കേൾവിക്കാർക്ക്, അല്ല നിങ്ങളല്ലേ അവരൊപ്പം കാണുന്നു, അവരൊപ്പം നിസ്കരിക്കാനും അവരൊപ്പം വാള് കേൾക്കാനും ഒക്കെ കാണുന്നുണ്ടല്ലോ. അതിന് മറുപടി ഇന്നമാ നഹ്നു തീർച്ചയായും ഞങ്ങൾ മുസ്തഹ്സിഊന അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. മുഹമ്മദിനെയും അവന്റെ അനുയായികളെയും പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടിയതാണ് എന്നല്ലാതെ ആദർശപരമായിട്ട് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ അകൽച്ചയുമില്ല, നിങ്ങളോട് കൂടെയാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരാണെന്ന് പറയും, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരാണെന്ന് പറയും. ഇങ്ങനെ ഇരുമുഖമായിട്ട് നടക്കുന്നവരാണ് ഈ കപടന്മാര്. അവരുടെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞത്. അവര് മുസ്തഹസികളാണ്, പരിഹസിക്കുന്നവരാണെന്നാണ് അവരുടെ നേതാക്കളോട് അവർ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ അവരിങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാർ, സ്വഹാബിമാരൊക്കെ വിവരമില്ലാത്ത സാധുക്കൾ, അവരിങ്ങനെ പരിഹസിക്കുന്നവർ, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നവർ, ആ പരിഹാസം തിരിയാത്തവർ എന്നാണല്ലോ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കേട്ടോളൂ, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു തആല യസ്തഹ്സിഉ ബിഹിം അവരുടെ സർവ പരിഹാസത്തിനും അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹു പരിഹസിക്കില്ല. പരിഹസിക്കൽ എന്നുള്ളത് ഒന്നിനും പറ്റാത്തവന്റെ സ്വഭാവമാണ്. ചതി, പരിഹാസം എന്നൊക്കെ പറഞ്ഞാൽ നേർക്കുനേർ ഏറ്റുമുട്ടാൻ കഴിയാത്തവന്റെ തൊഴിലാണ്. അള്ളാഹു പരിഹസിക്കില്ല. അള്ളാഹു അവരുടെ പരിഹാസത്തിന് കനത്ത പ്രതിഫലം നൽകും. എന്നാൽ യമുദ്ദുഹും അള്ളാഹു അവരെങ്ങനെ നീട്ടിക്കൊടുക്കും ഫീ തോയാനിഹിം അവർ വഴികേടിലായിട്ട്, പിഴച്ച വഴിയാണല്ലോ അവർക്കുള്ളത്, അതിലായിട്ട് അവരെങ്ങനെ നീട്ടിക്കൊടുക്കും. എത്രമാത്രം അവർ വെടക്കാവുന്നുവെങ്കിൽ വെടക്കാകട്ടെ എന്ന നിലക്കിങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. യാമഹൂൻ അവർ തന്നെ പരിഭ്രമിച്ചവരായിട്ട്, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിക്കുന്നവരായിട്ട്. യാമഹൂൻ എന്നതിന്റെ തഫ്സീർ യതറദ്ദുന, ഒരു നേരത്ത് അവിടെ പോകും, മറ്റൊരു നേരത്ത് ഇവിടെ വരും, ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ചാടിക്കളിക്കുന്നവരായിട്ട്. തഹയ്യുറൻ പരിഭ്രമാണ്, ചിലപ്പോൾ തോന്നും ഇതാണ് ശരിയെന്ന്, വേറെ ചിലപ്പോൾ തോന്നും അതാണ് ശരിയെന്ന്. ഇങ്ങനെയുള്ള വിഭാഗമാണ് അവരെ അല്ലാഹു തആല അവരുടെ ആ വഴികേടിലായിട്ട് ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവസാനം ഒന്നായിട്ട് അള്ളാഹു കൊടുക്കും. ഉലൈക അല്ലദീന ഇസ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഇവരെ പറ്റി കേൾക്കണോ? ഇവരുടെ സ്വഭാവം, ഇവര് ഉലായിക്ക ഈ പറയപ്പെട്ട വിഭാഗം, അല്ലദീന ഒരു വിഭാഗമാകുന്നു, ഇസ്തറവ് അവരെ സ്വീകരിച്ചിരിക്കുന്നു, ലലാലത്ത വഴികേടിന്റെ തെറ്റായ മാർഗത്തെ അവർ സ്വീകരിച്ചു, ബിൽ ഹുദയായിരുന്നു അവർ സ്വീകരിക്കേണ്ടത്, അതിനെ ഒഴിവാക്കിയിട്ട് എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു, ഹുദ സന്മാർഗം സ്വീകരിക്കാൻ, പറഞ്ഞു കൊടുക്കാനും ആളുണ്ട്, മനസ്സിലാക്കി കൊടുക്കാനും ആളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, അവരുടെ കിതാബിൽ അതിനെക്കുറിച്ച് ശരി പറയുന്നുണ്ട്. എന്നിട്ട് ആ ഹുദയെ ഒഴിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ലലാലത്ത് വഴികേടിനെ സ്വീകരിച്ചവരാണ് അവര്. അതുകൊണ്ട് തന്നെ
അവരുടെ കച്ചവടം ലാഭകരമായിട്ടില്ല, നഷ്ടക്കച്ചവടമാണ് അവർ ചെയ്തത്. കാരണം ഹുദയാണ് അവർ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുകയാണെങ്കിൽ ശാശ്വതമായ വിജയമാണ് അവർക്ക് കിട്ടാനിരിക്കുന്നത്. എന്നാൽ ആ ഹുദക്ക് പകരത്തിൽ ഹുദ സ്വീകരിക്കാതെ ലലാലത്ത്, ചീത്ത വഴി അവർ തിരഞ്ഞെടുത്തത് കൊണ്ട് അവരുടെ കച്ചവടം പൊളിഞ്ഞ കച്ചവടമാണ്, ലാഭിച്ചിട്ടില്ല. അവർക്ക് ലഭിക്കാൻ പോകുന്നതോ എന്നെന്നും അവസാനിക്കാത്ത നരകശിക്ഷയാകുന്നു. വമാക്കാനു, ഒരിക്കലും തന്നെ അവരായിട്ടില്ല, മുഹ്തദീന, അവർ സന്മാർഗം ലഭിച്ചവരായിട്ടില്ല. അവർ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഹിദായത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട, ഇന്നമാനഹനു മുസ്ലിഹൂൻ എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ അവരെ പറ്റി മനസ്സിലാക്കാനുള്ളത്, അവർ ഒരിക്കലും തന്നെ മുക്തദികളല്ല, സന്മാർഗം ലഭിച്ചവരല്ല. അർഹമുർ റാഹിമായ അള്ളാഹു നമുക്ക് സന്മാർഗം നൽകുമാറാവട്ടെ. ദുർമാർഗത്തിൽ നിന്നൊക്കെ അവൻ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.